ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയായിട്ടുള്ള കൊടുങ്ങല്ലൂർ തകർത്തെറിഞ്ഞ് നിയമസഭയിലേക്ക്. അവിടെ നിന്നും വി.ഡി. സതീശൻ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിസ്ഥാനത്തേക്ക്. അതാണ് അഡ്വക്കേറ്റ് ഒ.ജെ. ജനീഷ്. ഒ.ജെ. ജനീഷ് എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം, അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. പിണറായി സർക്കാരിന്റെ കാലത്ത് സമരമുഖങ്ങളിൽ ആഞ്ഞടിച്ച് 21 ദിവസം ജയിൽവാസവും 70ഓളം കേസുകളും നേരിട്ട പാലിയക്കര ടോൾ മാഫിയയ്ക്കെതിരെ സുപ്രീം കോടതി വരെ പോയി വിജയം നേടിയ ഈ 37കാരന്റെ എൻട്രി വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്കാണ് വഴി തുറക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പുതിയ മന്ത്രിസഭയിലെ ഏറ്റവും വലിയ സർപ്രൈസ് എൻട്രി നമ്മുടെ പുതിയ യുവജനക്ഷേമ മന്ത്രി ഒ.ജെ. ജനീഷാണ്. ഒരു കാലത്ത് ജീവിക്കാൻ വേണ്ടി തുണിക്കടയിൽ സെയിൽസ്മാനായും രാത്രികളിൽ സെക്യൂരിറ്റി ജീവനക്കാരനായും ജോലി ചെയ്ത് ഒരു 38കാരൻ ഇന്ന് കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ മന്ത്രിയായി ഇരിക്കുകയാണ്. അന്ന് ജനീഷിനെ തല്ലിച്ചതച്ച പോലീസുകാർ ഇന്ന് അദ്ദേഹത്തിന് മുന്നിൽ സല്യൂട്ട് അടിച്ചു നിൽക്കുന്നു. ഇതാണ് കാവ്യനീതി. ആരാണ് ഒ.ജെ. ജനീഷ്? നമുക്കറിയാം, രാഷ്ട്രീയ കേരളത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. UDF അധികാരത്തിൽ വന്നു, പല നീക്കങ്ങൾ നടക്കുന്നു, അപ്രതീക്ഷിതമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ മന്ത്രിസ്ഥാനങ്ങൾ ഓരോ കരങ്ങളിലേക്ക് എത്തുന്നു. അങ്ങനെ വലിയ നീക്കങ്ങളാണ് നടക്കുന്നത്. മാത്രമല്ല, ഇന്ന് മുഖ്യമന്ത്രി സ്ഥാനമേറ്റ വി.ഡി. സതീശൻ തന്റെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ എല്ലാത്തിനും ഒരു മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. അതിനിടയിലാണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പേര്, അതായത് ഒ.ജെ. ജനീഷ്. ആരാണ് ഈ യുവ മന്ത്രി എന്നുള്ളത്? ലീഡറുടെ രാഷ്ട്രീയ തട്ടകത്തിൽ നിന്നും സാധാരണ കോൺഗ്രസ് പ്രവർത്തകനായിട്ട് ഉയർന്നു വന്ന ഒ.ജെ. ജനീഷിന് എല്ലാം യാദൃശ്ചികമാണ്. ഒപ്പം നിയോഗവും. കൂവപ്പടി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ പഠിക്കുന്ന കാലത്താണ് KSUവിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. തൃശൂർ ഗവൺമെന്റ് ലോ കോളേജിൽ പഠിക്കുമ്പോൾ KSU ജില്ലാ വൈസ് പ്രസിഡന്റായി. ഇതിനിടയിൽ നിയമ പഠനം പൂർത്തിയാക്കി തൃശൂർ ബാറിൽ അഭിഭാഷകനായിട്ട് പ്രാക്ടീസും തുടങ്ങി. ഈ കാലയളവിൽ ആദ്യമായി എത്തിയതാണ് ഒരു ദിവസത്തേക്ക് മാത്രമായിട്ട് KSU ജില്ലാ പ്രസിഡന്റിന്റെ അപ്രതീക്ഷിത ചുമതല. പിന്നീട് ഇതേ സ്ഥാനം നേടിയെടുക്കുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഗ്രൂപ്പിന് അതീതമായിട്ട് വോട്ടുകൾ നേടി സംസ്ഥാന വൈസ് പ്രസിഡന്റായി. പിന്നീട് അപ്രതീക്ഷിതമായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനവും ലഭിച്ചു. ഇന്ത്യ യുണൈറ്റഡ് പദയാത്ര, രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്ര എന്നിവയുടെ സംഘാടനത്തിൽ പ്രധാന പങ്കുവഹിച്ചതോടെ നേതൃനിരയിലേക്ക് ഉയർന്നു. കോവിഡ് കാലത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയ സേവന പ്രവർത്തനങ്ങൾ മേൽനോട്ടം വഹിച്ചിരുന്നു. പരിപാടികളുടെ പ്രചാരണ പോസ്റ്ററുകളിൽ നിന്ന് തന്റേതടക്കമുള്ള ചിത്രങ്ങൾ ഒഴിവാക്കി മാറ്റം കൊണ്ടുവന്നതിന് പ്രത്യേക അഭിനന്ദനം നേടുകയും ചെയ്തു. ഒടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുകോട്ടയായിട്ടുള്ള കൊടുങ്ങല്ലൂരിൽ തിരിച്ചുപിടിക്കാൻ പാർട്ടി ജനീഷിനെ ചുമതലപ്പെടുത്തുകയായിരുന്നു. LDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരങ്ങളിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട 70ഓളം കേസുകളാണ് അദ്ദേഹത്തിനെതിരെയുള്ളത്. പിണറായി വിജയൻ സർക്കാരിന്റെ നവകേരള സദസ്സ് സമരവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളെ തുടർന്ന് ജനീഷ് 21 ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട്. ടോൾ പിരിവിലെ ക്രമക്കേടുകൾക്കെതിരെ അദ്ദേഹം നടത്തിയ നിയമ പോരാട്ടം ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ എത്തിയിരുന്നു. പാലിയക്കരയിലെ ടോൾ പിരിവ് താൽക്കാലികമായിട്ട് നിർത്തിവെക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടത് ജനീഷ് നൽകിയ പൊതു താൽപര്യ ഹർജിയിലാണ്. അങ്ങനെ കുറേയേറെ കാര്യങ്ങളാണ് ജനീഷിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. ഒരു കരുത്തുറ്റ നേതാവ് എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. ഏറ്റവും പ്രായം കുറഞ്ഞ നേതാവ്, ഏറ്റവും കരുത്തുറ്റ നേതാവ്, എല്ലാ കാര്യങ്ങളിലും ധീരതയോടെ നിന്ന് മുന്നേറിയ ഒരു നേതാവ്. തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ ജനിച്ച കടുത്ത ദാരിദ്ര്യത്തോടും പ്രതിസന്ധികളോടും പോരാടിയ ഒരു നേതാവ് കൂടിയാണ് ജനീഷ്. അങ്ങനെയാണ് അദ്ദേഹം വന്നത്. ബാറിലെ ജീവനക്കാരനായിരുന്ന അച്ഛന്റെ അപ്രതീക്ഷിത മരണം ആ കുടുംബത്തെ ആകെ തളർത്തി. അമ്മയും സഹോദരിയും അടങ്ങുന്ന കുടുംബത്തെ പോറ്റാൻ പഠിക്കുന്ന കാലത്ത് തന്നെ ജനീഷിന് പണിയിടങ്ങളിലേക്ക് ഇറങ്ങേണ്ടി വന്നു. പകൽ സമയങ്ങളിൽ തുണിക്കടയിൽ സെയിൽസ്മാൻ, രാത്രികളിൽ ഉറക്കമുളച്ച് സെക്യൂരിറ്റി ഗാർഡ്. ഇതിനിടയിലാണ് ജനീഷ് തന്റെ ഡിഗ്രി പഠനവും പൂർത്തിയാക്കിയത്. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ വിശപ്പും കഷ്ടപ്പാടും എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞാണ് ഈ ചെറുപ്പക്കാരൻ രാഷ്ട്രീയത്തിലേക്ക് ചുവടെടുത്തു വെക്കുന്നത്. KSU വഴിയാണ് ജനീഷ് സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി തെരുവിൽ സമരം ചെയ്തതിന്റെ പേരിൽ നിരവധി തവണ പോലീസിന്റെ ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾക്ക് ജനീഷ് ഇരയായിട്ടുണ്ട്. മാസങ്ങളോളം ജയിൽവാസം അനുഭവിച്ചു.
എന്നാൽ അടികൊണ്ട് വീഴാൻ ഒരിക്കലും ജനീഷ് തയ്യാറായിരുന്നില്ല. CPIയുടെയും ഇടതുമുന്നണിയുടെയും ഏറ്റവും ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ ശക്തമായ കോട്ട എന്നറിയപ്പെടുന്ന കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ ജനീഷിനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചപ്പോൾ പലരും കരുതി അവിടെ ജനീഷ് തോക്കും അല്ലെങ്കിൽ UDFന് വലിയ പരാജയമുണ്ടാകുമെന്ന്. പക്ഷെ അത്തരം ചിന്തകളെ പോലും തകിടം മറിക്കുന്നതായിരുന്നു തെരഞ്ഞെടുപ്പിലെ ഫലം എന്ന് പറയുന്നത്. എന്നാൽ ജനീഷ് എന്ന ജനകീയ നേതാവ് ആ കമ്മ്യൂണിസ്റ്റ് കോട്ട തകർത്ത് തരിപ്പണമാക്കി വൻ ഭൂരിപക്ഷത്തോടെ കൊടുങ്ങല്ലൂരിൽ നിന്ന് നിയമസഭയിലേക്ക് വണ്ടി കയറി. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിക്ക് വേണ്ടിയുള്ള ചർച്ചകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ പേരുകൾ ഉയർന്നു കേട്ടപ്പോഴും മുഖ്യമന്ത്രി VD സതീശൻ തന്റെ മന്ത്രിസഭയിലെ യുവരക്തമായിട്ട് തിരഞ്ഞെടുത്തത് OJ ജനീഷിനെയായിരുന്നു. ജനീഷിന്റെ ഇത്തരം പ്രത്യേകതകൾ കൊണ്ട് തന്നെയാണ് VD സതീശൻ അദ്ദേഹത്തിന്റെ പേര് തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചതും. സാധാരണക്കാരന്റെ വേദന അറിയുന്നവൻ തന്നെ യുവജനങ്ങളുടെ മന്ത്രിയാകട്ടെ എന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ ആ ഒരു തീരുമാനം കേരളം മുഴുവൻ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. ഞാൻ OJ ജനീഷ് എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. അന്ന് തെരുവിൽ വെച്ച് ലാത്തി കൊണ്ട് ജനീഷിന്റെ നെഞ്ചിൽ കുത്തിയ പോലീസുകാർക്ക് ഇന്ന് ഈ യുവമന്ത്രിക്ക് മുന്നിൽ സല്യൂട്ട് അടിക്കേണ്ടി വരുന്നുണ്ട് എങ്കിൽ അതിനേക്കാൾ വലിയൊരു രാഷ്ട്രീയ വിജയം വേറെ എന്തുണ്ട് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. 20 വർഷത്തിന് ശേഷം മന്ത്രിമാരില്ലാത്ത കാലത്തേക്ക് ജില്ല പോകുമെന്ന് കരുതിയെങ്കിലും അവസാന നിമിഷത്തെ ട്വിസ്റ്റിലൂടെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് മന്ത്രിയായത്. ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിനടക്കം ഇത് അപ്രതീക്ഷിത വാർത്തയാണെങ്കിലും ജനീഷിന് അങ്ങനെയല്ല. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മന്ത്രിപദത്തിലേക്ക് പരിഗണിക്കപ്പെടുമെന്ന് സൂചന ലഭിച്ചിരുന്നു. എന്നാൽ സ്വന്തം ജീവിത പങ്കാളിയോട് പോലും അത് വെളിപ്പെടുത്തിയില്ല. അമിത പ്രതീക്ഷ ആർക്കും ഉണ്ടാകാതിരിക്കാനാണ് അങ്ങനെ ചെയ്തത് എന്നാണ് ജനീഷിന്റെ ന്യായം. മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കായിട്ട് വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് ഇറങ്ങുമ്പോഴും മന്ത്രിയാകുമെന്ന ഉറപ്പ് കിട്ടിയിരുന്നില്ല. എന്നാൽ യാത്രക്കിടയിൽ ഫോൺ സന്ദേശം എത്തി നാളെ മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന്. സന്തോഷമുണ്ടെങ്കിലും അമിത ആഹ്ലാദ പ്രകടനങ്ങളൊന്നും തന്നെ ജനീഷിന് ശീലമില്ല. സമരത്തോടൊപ്പം ജീവിത പോരാട്ടം ഒരുമിച്ച് കൊണ്ടുപോയ നേതാവിനുള്ള അംഗീകാരമാണ് OJ ജനീഷിന്റെ മന്ത്രിസ്ഥാനം. മാളയിലെ ചെറിയ കുടുംബത്തിൽ നിന്ന് ഉയർന്നു വന്ന ജനീഷിനി തൃശൂർ ജില്ലയിലെ ഏക മന്ത്രി കൂടിയാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു OJ ജനീഷ്. ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുപോയപ്പോൾ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ പിന്തുണയോടുകൂടി ജനീഷ് സംസ്ഥാന പ്രസിഡന്റായി. ആരോപണങ്ങൾ അവിടെയും നിന്നില്ല. യൂത്ത് കോൺഗ്രസിന്റെ വയനാട് പുനരധിവാസ വീടുകളെ ചൊല്ലി വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ട് സംസ്ഥാന പ്രസിഡന്റായ OJ ജനീഷിനെതിരെയും ആരോപണങ്ങളുടെ കുന്തമുന മറു രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചു. അതൊന്നും പക്ഷേ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വത്തിന് ജനീഷിന് തടസ്സമായിരുന്നില്ല. ഇടതുകോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൊടുങ്ങല്ലൂരിൽ നിലവിലെ MLA VR സുനിൽകുമാറിനെ അട്ടിമറിച്ച് മിന്നുന്ന വിജയമാണ് അദ്ദേഹം കൈവരിച്ചത്. പക്ഷെ മന്ത്രിസ്ഥാനം അപ്രതീക്ഷിതമാണെന്ന് മാത്രം. കോൺഗ്രസ് കോട്ടകൾ ഉറപ്പിച്ചു ഇടതുകോട്ടകളിൽ കടന്നു കയറിയുമുള്ള പ്രചാരണ ഫലം കണ്ടു. VR സുനിൽകുമാർ എന്ന അധികായന്റെ പതനം 8308 വോട്ടിനായിരുന്നു. ആ സർപ്രൈസ് ബേബിയാണ് VD സതീശൻ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായിട്ടുള്ള OJ ജനീഷ്.